മണിയാശാൻ പൊളിയെ പൊളി എന്തെന്നല്ലേ കണ്ടേ. എനിക്കറിയില്ല നിങ്ങൾ ഈ ഉണ്ടാക്കിയ ആവശ്യമില്ലാതെ എന്നെ ഇവിടെ വെച്ച് ഒരുമാതിരി കൊലത്തുന്ന പണി എൻ്റെ അടുത്ത് എടുക്കരുത്. ഇവിടെ ആന കുത്തി മനുഷ്യൻ ചുത്ത് ഇരിക്കുന്നത് തോന്നി അതുണ്ടാക്കല ഇപ്പം പിന്നല്ല, ദേഷ്യം വരില്ലേ? സമയവും സാഹചര്യവും നോക്കാതെ വന്ന ഒരു തരം ചൊറി. അതിനാണ് മണിയാശാൻ ഇന്നിപ്പോ മാപ്രകളടുത്ത് ഒരുമാതിരി ഇങ്ങോട്ട് കയറി ആക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോയത്. സ്വാഭാവികമായിട്ട് പറയും. സമയവും സാഹചര്യവും സന്ദർഭവും അറിയാതെ രാവിലെ മുതൽ മണിയെ കേന്ദ്രീകരിച്ച് ചില വിവാദങ്ങൾ അങ്ങ് കത്തിച്ചു വിടുകയാണ്. വാർത്ത ഹോട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ കേന്ദ്രീകരിച്ച് വാർത്ത ചെയ്യണമല്ലോ. അതിനുശേഷമാണ് കോലും തൂക്കി നേരത്തെ ചെന്ന് കയറിക്കൊടുത്തത്. സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അധിക്ഷേപിച്ചെന്നൊക്കെ കഥ ഇറക്കിയതിനു ശേഷം ഒന്നും അറിയാത്തതുപോലെ അടുത്ത എന്തെങ്കിലും വീഴുന്നെങ്കിൽ ഉടനടിയെടുത്ത് വീണ്ടും കത്തിക്കാമെന്ന പ്രതീക്ഷയിൽ ചെന്നതാണ്. കത്തിക്കാൻ വേണ്ട സകല സാധനങ്ങളും ഒരുമിച്ച് തന്നെ ഇട്ടുകൊടുത്ത് പറ്റുന്നതിന്റെ മാക്സിമം കൊണ്ടുപോയി കത്തിക്കട എന്ന സ്റ്റൈലിൽ. എനിക്കറിയില്ല നിങ്ങൾ ഈ ഉണ്ടാക്കിയ ആവശ്യമില്ലാതെ എന്നെ ഇവിടെ വെച്ച് ഒരുമാതിരി കൊലത്തുന്ന പണി എൻ്റെ അടുത്ത് എടുക്കരുത്. ഇവിടെ ആന കുത്തി മനുഷ്യൻ ചുത്ത് ഇരിക്കുന്നത് തോന്നി അതുണ്ടാക്കല ഇപ്പം ഇതൊക്കെ തന്നെയാണ് അർഹിക്കുന്നത്. ഇതേ അർഹിക്കുന്നുള്ളൂ. ഈ രീതിയിൽ അങ്ങോട്ട് ഒരു 5 പ്രതികരണം നടത്താമെങ്കിൽ മാപ്രകളുടെ ആ പ്രത്യേകതരം ചൊറിച്ചിലിന് ഒരു സമാശ്വാസം കിട്ടിയേനെ. എന്തായാലും മണിയാശാൻ പൊളിയാണ്, ഒരു രക്ഷയുമില്ല. മാപ്രകളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ തൽക്കാലം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരെ കിട്ടില്ല എന്ന് പറയുന്നതും, മാപ്രകൾ ഇനി എന്ത് കൂലിയെഴുത്ത് നടത്തിയാലും അതിനെ ഒന്നും ഭയപ്പെടാൻ പോകുന്നില്ല, അതിനൊക്കെ വെറും തൈര് വിലയാണെന്ന് മണിയാശാൻ തെളിയിച്ചിരിക്കുകയാണ്. അതിന് ഒരു കൈ കൊടുത്തേ മതിയാവും. എന്തായാലും പുതുവർഷത്തിൻ്റെ അവസാനം മാപ്രകൾക്ക് കൊടുത്തിരിക്കുന്ന ആ സമ്മാനമുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത സമ്മാനമായിപ്പോയി. എനിക്കറിയില്ല നിങ്ങൾ ഈ ഉണ്ടാക്കിയ ആവശ്യമില്ലാതെ എന്നെ ഇവിടെ വെച്ച് ഒരുമാതിരി കൊലത്തുന്ന പണി എൻ്റെ അടുത്ത് എടുക്കരുത്. ഇവിടെ ആന കുത്തി മനുഷ്യൻ ചുത്ത് ഇരിക്കുന്നത് തോന്നി അതുണ്ടാക്കല ഇപ്പം